അപ്പോൾ നമ്മളിന്ന് എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ പറയണത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇതിൽ ആദ്യ ഭാഗത്തായിട്ട് മീനിങ് ഓഫ് ഡിമാൻഡ് കൊടുക്കുന്നത്. ഡിമാൻഡ് മീനിങ് ഡിസയർ വിച്ച് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ ഈസ് കോൾഡ് ഡിമാൻഡ് ഇൻ എക്കണോമിക്സ് എന്ന് പറയും. ഈ താഴത്തെ ജസ്റ്റ് കേണ്ട വാക്ക് എഴുതുന്നത് ഡിസയർ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ ഈസ് കോൾഡ്. അതായത് നമുക്ക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിന് ഡിമാൻഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഉൽപ്പന്നത്തിന് നമുക്ക് എന്തുണ്ടാവണം, ഡിസയർ ഉണ്ടാവണം, താല്പര്യമുണ്ടാവണം, ഇഷ്ടമുണ്ടാവണം വാങ്ങണമെന്ന്. അതേപോലെ തന്നെ അതിന് വില്ലിങ്നെസ് ടു പേ എന്നാണ്. അതായത് എൻ്റെ കയ്യിൽ അത് വാങ്ങാനുള്ള താല്പര്യം ഉണ്ടാവണം. ഇപ്പോൾ നമുക്കൊരു വസ്തു കയ്യിൽ പൈസയുണ്ട്, താല്പര്യമുണ്ട്, ഇപ്പോൾ വാങ്ങണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടാവണം, വാങ്ങണമെന്ന തീരുമാനം ഉണ്ടാവണം, അടുത്തത് അതിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ട്, കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ അതിനാണ് എന്താ പറയുക, ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ ചെയ്തിട്ട് വെച്ചിട്ട് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ഡിസയർ പ്ലസ് വില്ലിങ്നെസ് ടു പേ പ്ലസ് എബിലിറ്റി ടു പേ എന്നുള്ള ഒരു ഇതേ വാക്കിൻ്റെ അതിൻ്റെ ഇക്വേഷനായിട്ട് കൊടുത്തിട്ടാണ്. അടുത്ത് നോക്കേണ്ടത് ഈ ലോ ഓഫ് ഡിമാൻഡ് ഇപ്പോൾ വേണ്ട, നമുക്ക് പിന്നെ വരുന്നുണ്ട്, അപ്പോൾ അത് നോക്കാം. അടുത്തത് മീനിങ് ഓഫ് യൂട്ടിലിറ്റി ആണ്. യൂട്ടിലിറ്റി എന്നുള്ളൊരു ടേമിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോഴത്തെ പേജിലാണ്. ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് യൂട്ടിലിറ്റി സിമ്പിൾ മീൻസ് യൂസ് വാല്യൂ എന്നാണ്. അത് ശരിക്കും നോക്കി, യൂസ് വാല്യൂ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് നമുക്കതിന് കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിനെ പറയുന്ന പേരാണെന്ത്, യൂട്ടിലിറ്റി എന്ന്. പക്ഷേ നമുക്കത് ചിലപ്പോൾ എന്താ പറയുക നമ്പറായിട്ട് പറയാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അതിൻ്റെ യൂസ് വാല്യൂ കണ്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് വീണ്ടും അതേ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറാവുള്ളൂ. ഇതിനാണ് യൂട്ടിലിറ്റി എന്ന് പറയാം. അതായത് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ബൈ എ കൺസ്യൂമർ ബൈ യൂസിങ് എ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. അതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തുണ്ട് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ നീഡ്സ്. ഓക്കെ, അത് അടുത്തൊരു അതിൻ്റെ മീനിങ് ആണ്. അതായത് യൂട്ടിലിറ്റി മീൻസ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ നീഡ്സ് എന്നാണ്. അതായത് ഒരു ഹ്യൂമൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ കപ്പാസിറ്റിയെ പറയുന്ന പേരാണെന്ത്, യൂട്ടിലിറ്റി എന്ന് പറയാം. അടുത്ത് നോക്കുക, ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദി സം ഓഫ് ദി യൂട്ടിലിറ്റീസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൺസ്യൂമിങ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് ഒരു കമ്മോഡിറ്റിയുടെ മുഴുവൻ യൂണിറ്റും ഉപയോഗിച്ച് കിട്ടുന്ന ആകെ യൂട്ടിലിറ്റിക്ക് പറയുന്ന പേരാണെന്ത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അടുത്ത ഇവിടെ ഉണ്ട് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി യൂട്ടിലിറ്റി ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ് എന്നാണ്. അഡീഷണൽ യൂണിറ്റിൻ്റെ യൂട്ടിലിറ്റി അത് നല്ല നോക്കണം. നമ്മൾ ഒരു ഉൽപ്പന്നം തന്നെ 4 എണ്ണം ഉപയോഗിച്ചു. ഈ 4ഉം കൂടി ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ആകെ യൂട്ടിലിറ്റി എന്ന് പറയും, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഇത് നോക്കൂ, 4 എണ്ണം കഴിഞ്ഞ് 5ാമത്തത് ഉപയോഗിക്കുമ്പോൾ 5ാമത്തെ ഇതിന് കിട്ടുന്ന യൂട്ടിലിറ്റിയെ പറയുന്ന പേരാണെന്ത്, അഡീഷണൽ യൂട്ടിലിറ്റി. അതായത് അഡീഷണലി ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എത്ര യൂട്ടിലിറ്റി കിട്ടും അതിനെ പറയുന്ന പേരാണെന്ത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഇറ്റ് റെഫേഴ്സ് ടു ദി യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ലാസ്റ്റ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി കൺസ്യൂമർ. ഒരു കമ്മോഡിറ്റി ഉപയോഗിച്ച് അവസാനത്തത് ഉപയോഗിച്ചപ്പോൾ എത്ര കിട്ടി അതിന് പറയുന്ന പേരാണെന്ത്. നമുക്ക് ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു മാംഗോ ഈറ്റിംഗ് ആലോചിച്ച് നോക്കുക. ഒരു മാംഗോ തിന്നു, അത് നമുക്ക് 5 സാറ്റിസ്ഫാക്ഷൻ കിട്ടി വിചാരിക്കുക. 2 മാങ്ങ കഴിച്ചു, നമുക്ക് എത്ര കിട്ടി, 4 സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ടോട്ടൽ എത്രയായി, 9 ആയി. 3ാമത്തെ മാംഗോ കഴിച്ചു, നമുക്ക് എത്ര കിട്ടി, 3 സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പോൾ എത്രയായി, 9ഉം 3ഉം 12. ഇങ്ങനെ ടോട്ടൽ അങ്ങനെ വരും. ഇവിടെ വരുമ്പോൾ 3ാമത്തെ മാത്രം ഉപയോഗിച്ച് നമുക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി, 3 കിട്ടിയതാണ് എന്താ പറയുക, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അത്രേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ടോപ്പിക്ക് ഇപ്പുറത്തെ പേജിലുണ്ട്. ഈ ഒരു ഹെഡിങ് ആയി കൊടുക്കുക. പെൻസിൽ പേനയുടെ എഴുതുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ 2 ഭാഗമാക്കി മാറ്റുക. കാർഡിനൽ തിയറിയും ഓർഡിനൽ തിയറിയും. CARDINAL കാർഡിനൽ തിയറി, ORDINAL ഓർഡിനൽ തിയറി. ചാപ്റ്റർ മൊത്തം പഠിക്കാൻ പോകുന്നത് ഇതാണ്. അല്ലെ കാർഡിനൽ തിയറിക്ക് 2 പോയിൻ്റ് ചെയ്തുക. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, 2 കൺസ്യൂമർ സർപ്ലസ്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, രണ്ടാമത്തത് കൺസ്യൂമർ സർപ്ലസ്. ഇവിടെ വരുമ്പോൾ ഓർഡിനൽ തിയറിയിൽ ഒന്നാമത്തത് ഇൻഡിഫറൻസ് കർവ്, 2 കൺസ്യൂമർ ഇക്വിലിബ്രിയം, 3 ഇൻകം കൺസംഷൻ കർവ്, 4 പ്രൈസ് കൺസംഷൻ കർവ്. ഇത് മനസ്സിലാവില്ല, പറഞ്ഞത് നോക്കിയതാ. 1 ഇൻഡിഫറൻസ് കർവ്, 2 കൺസ്യൂമർ ഇക്വിലിബ്രിയം, 3 ഇൻകം കൺസംഷൻ, 4 പ്രൈസ് കൺസംഷൻ കർവ്. ഇൻകം കൺസംഷൻ കർവും പ്രൈസ് കൺസംഷൻ കർവും. അപ്പോൾ അത് അത്രയും നോക്കി വെക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് അതിൽ ഒന്നാമത്തെ പോയിൻ്റ് ചെയ്ത കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ കാർഡിനൽ അനാലിസിസ് എന്ന് പറയാം. അതിൻ്റെ മീനിങ് ഉണ്ട്, ദി കാർഡിനൽ യൂട്ടിലിറ്റി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ജസ്റ്റ് ആസ് എ ഹൈറ്റ്, വെയ്റ്റ്, ലെങ്ത്ത്, ടെമ്പറേച്ചർ എക്സെട്ര. അതായത്
കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റിയെ നമ്പറായി എഴുതാമെന്ന് പറയുന്ന തിയറിയാണെന്ന് പറയുക കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അസംഷനാണ് നമ്പറായിട്ട് യൂട്ടിലിറ്റിയെ, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ നമ്പറായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. നോക്കൂ, അക്കോർഡിംഗ് ടു ദിസ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി, യൂട്ടിലിറ്റി മെഷറബിൾ കാർഡിനലി ഓർ quantitatively. It means that utility can be measured in cardinal numbers like 1, 2, 3 and so on. ആ നമ്പറായിട്ട് ഇപ്പോൾ ഒരു മിഠായി കഴിച്ചിട്ടൊക്കെ എത്ര യൂട്ടിലിറ്റി കിട്ടി, 6 യൂട്ടിലിറ്റി കിട്ടി എന്ന് പറഞ്ഞാൽ ആ 6നെ പറയുന്ന പേരാണെന്ത് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അതിൻ്റെ അസംഷൻസ് ഉണ്ട്, ഇതിലെല്ലാത്തിലും അസംഷൻസ് വരും, ഗ്രാഫ് വരയ്ക്കേണ്ടതൊക്കെയാണ്. അപ്പോൾ അസംഷൻസ് നോക്കുക. 1, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ ടേം, നമ്പറായിട്ട് എണ്ണാൻ പറ്റുമെന്ന് പറയുന്നു. 2, എവരി കൺസ്യൂമർ ഈസ് റാഷണൽ എന്നാണ്, അതായത് പ്രൊഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ എന്താ പറയുക സാറ്റിസ്ഫാക്ഷനെ കുറിച്ചും യൂട്ടിലിറ്റിയെ കുറിച്ചും അതിൻ്റെ പ്രൈസിനെ കുറിച്ചൊക്കെ വ്യക്തമായ അറിവുള്ള ആളാണ് റാഷണൽ കൺസ്യൂമർ എന്ന് പറയാം. എവരി റാഷണൽ കൺസ്യൂമർ ഇൻറ്റൻസ് ടു മാക്സിമൈസ് ഹിസ് ഓർ ഹെർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഹിസ് ഓർ മണി ഇൻകം എന്നാണ്. അപ്പോൾ നോക്കുക, എവരി റാഷണൽ കൺസ്യൂമർ ഇൻറ്റൻസ് ടു ഇൻറ്റൻസ് ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ്. അത്ര കൊടുത്താൽ മതി, ഇൻറ്റൻസ് ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ. അതായത് എല്ലാ കൺസ്യൂമറും ഉദ്ദേശിക്കുന്നത് എന്താ, സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക, മാക്സിമം ആക്കുക എന്നുള്ളതാണ്. 4, the consumer has limited income to spend on the goods and services. അത്ര മതി, ഹി ഓർ ഷി വേണ്ട. ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിനും സർവീസിനും സ്പെൻഡ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ പൈസ ഉള്ള ആളെ കുറിച്ച് പറയാൻ പറ്റില്ല. ഈ തിയറി വർക്കൗട്ട് ആണെങ്കിൽ എന്ത് വേണം, ഇൻകത്തിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവണം. 5, യൂട്ടിലിറ്റി ഗെയിൻഡ് ഫ്രം ദി സക്സസീവ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷൻ എന്നാണ് പറയാം. നമ്മളിപ്പോൾ ഒരു മാംഗോ കൊടുത്തപ്പോൾ യൂട്ടിലിറ്റി 5 പറഞ്ഞില്ലേ, രണ്ടാമത്തെ ആയപ്പോൾ 4 ആയി. അതായത് ഒരേ സമയത്ത് ഒരേ എന്താ പറയുക പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്തോറും അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞു വരുമെന്ന് അസ്യൂം ചെയ്യുന്നു. അതേപോലെ തന്നെ 6, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്നാണ്. പൈസയുടെ യൂട്ടിലിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല. 7ാമത്തെ പോയിൻ്റ്, യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ് എന്നാണ്. യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ്, യൂട്ടിലിറ്റി എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നു. 8ാമത്തെ പോയിൻ്റ്, യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ബൈ എ കൺസ്യൂമർ ക്യാൻ ബി ആഡഡ് ടുഗദർ ടു ഒബ്റ്റെയിൻ ദ ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന യൂട്ടിലിറ്റികളെ കൂട്ടി കൊടുത്ത് നമ്മൾ എന്ത് കണ്ടെത്തുക, ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടെത്തുന്നതാണ്. ഇത്രയാണ് എഴുതേണ്ടത്. 8 പോയിൻ്റ് അതൊന്ന് എഴുതി അയച്ചു തരാം. ഓക്കെ.